നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചമ്പാട് മദ്രസയിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥി തെരുവുനായയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ഭയപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച 1.5 വയസ്സുകാരന്റെ പിതാവ് സൂരജ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ കണ്ടു. അഞ്ജലി പൊതുവാളിന് പുറമെ ആരതി അന്തർജനം, ആശാ നിർമ്മൽ എന്നീ ഡോക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് കുടുംബം. പാനൂരിനടുത്ത പൂക്കോത്ത് ക്ഷേത്രകുളത്തിൽ +1 വിദ്യാർത്ഥി മുങ്ങിമരിച്ച സംഭവം പ്രദേശത്തെയും സ്കൂളിനെയും ദുഃഖത്തിലാഴ്ത്തി. മരിച്ചത് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി സയൻസ് വിഭാഗം +1 വിദ്യാർത്ഥി അദ്വൈത്. മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ പള്ളൂരിൽ മേൽപ്പാലം നിർമ്മാണം വൈകുന്നത് കാരണം യാത്രക്കാർ ദുരിതത്തിൽ. 6 മാസം കൊണ്ട് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും 1 വർഷമാകാനായിട്ടും പ്രവൃത്തി പൂർത്തിയായില്ല. വാർത്തകൾ വിശദമായി. ചമ്പാട് മദ്രസയിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥി തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടു. ചമ്പാട് വെസ്റ്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയും എഴുത്തുപള്ളി OP ഉസ്മാന്റെ മകനുമായ സുന്നൂറൈൻ ആണ് നായകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ മദ്രസയിലേക്ക് സൈക്കിളിൽ പോകുന്നതിനിടെയാണ് സംഭവം. താഴെച്ചമ്പാട് തൃപ്തി റോഡിലെത്തിയപ്പോൾ തെരുവുനായകൾ പെട്ടെന്ന് സൈക്കിളിന് മുൻപാകെ ഓടിയെത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ അക്രമത്തിൽ ഭയന്ന വിദ്യാർത്ഥി സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ വീടിലേക്ക് ആത്മരക്ഷാർത്ഥം ഓടിക്കയറി. കരച്ചിൽ കേട്ട് സമീപത്തെ ടർഫിൽ നിന്നും വീടുകളിൽ നിന്നും ആളുകൾ ഓടിയെത്തി നായകളെ ഓടിച്ചു. സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ മദ്രസയിൽ പോകുമ്പോൾ പെട്ടെന്ന് നായ മുമ്പിൽ കണ്ട്. അപ്പോൾ ഞാൻ ഓടിയരോ നായ എൻ്റെ മുമ്പിലാണ്. അന്നേരം ടർഫ് പോകാനായിട്ടില്ല. അന്നേരം ടർഫിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് നായിനെ പായിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായശല്യം രൂക്ഷമാണ്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. മകന് നേരെ തെരുവുനായ അക്രമം ഉണ്ടായെന്നറിഞ്ഞെങ്കിലും CCTV ദൃശ്യം കണ്ടപ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലായതെന്ന് പിതാവ് OP ഉസ്മാൻ പറഞ്ഞു. രാവിലെ എൻ്റെ മോനെ മദ്രസയിലേക്ക് പറഞ്ഞ ചേരം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വീട്ടുകാർ എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ നിങ്ങളെ മോനെ നായി ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓടിച്ചെല്ലുമ്പം പിന്നെ ഒന്നും കണ്ടില്ല, അവന് സൈക്കിൾ എടുത്ത് പോയി. പക്ഷേ ഇതിൻ്റെ ഒരു 9 മണിക്ക് അങ്ങനെ നമ്മളെ നിസാർഖാൻ്റെ ഭാര്യ ഇതിൻ്റെ വീഡിയോ അയച്ചു തന്നേരാണ് ഇതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരും. തെരുവുനായകൾക്ക് ചിലർ ഭക്ഷണം നൽകുന്നതാണ് നായശല്യം വർദ്ധിക്കാൻ കാരണമെന്നും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്നും സമീപവാസിയായ റിട്ടയർഡ് SI KV പത്മനാഭൻ കുറ്റപ്പെടുത്തി. നാട്ടിൽ പന്നിയൂർ പഞ്ചായത്തിൻ്റെ ഏരിയയിൽ ചെമ്പാട്, നമ്മളെ മേലച്ചെമ്പാടിനും മേലച്ചെമ്പാടിനും താഴെച്ചെമ്പാടിനും അടിയിലെ തൃപ്തി ഫാമിൻ്റെ ആ സൈഡ് ഭയങ്കര ഇപ്പോൾ ഒരു പറ്റ നായ്ക്കളെ കൊണ്ട് ഉപദ്രവം എന്ന് പറഞ്ഞാൽ രാവിലെ നടക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. പിന്നെ നായ്ക്ക് ചില ആൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കൂടിയുണ്ട്. അതിനെ പോറ്റാത്ത തന്നെ നായ്ക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നു. തൃപ്തി ഫാമിൽ പോയിക്കാലും അത് ഇതെല്ലാം വാങ്ങിച്ചിട്ട് എത്രയോ ആൾക്കാർ കൊണ്ടുപോയി നായ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ കുട്ടിക്കൊന്നും മദ്രസയിൽ പോകുന്നതും ബാക്കിയുള്ളവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും പിന്നെ അതേക്ക് നമ്മൾ സാധാരണക്കാരൻ നടന്നു പോകുന്നവർക്കും ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. സമീപകാലത്ത് ചമ്പാട് ടൗണിൽ ഉൾപ്പെടെ തെരുവുനായ ശല്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ വ്യാപാരികൾക്കും ആശങ്കയുണ്ടെന്ന് ചമ്പാട്ടെ വ്യാപാരി VP സുധീന്ദ്രനും പറഞ്ഞു. ഞാൻ താഴെച്ചമ്പാട് വ്യാപാരിയാണ്. ചമ്പാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജാഥ പോലെയാണ് നായകൾ പോകുന്നത്. 1 2 അല്ല, ഒരു കൂട്ടത്തോടെ. കടയടച്ചാൽ പിന്നെ അതിൽ കൂടെ വാഹനങ്ങൾ വരെ പോകുമ്പോൾ അതിൻ്റെ വയ്യ ഓടുക, ഇത് ആൾക്കാർ ഇടയ്ക്ക് ആക്രോശിച്ച് ചെല്ലുക. ഇതായിപ്പോൾ അവസ്ഥ. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും നമുക്ക്. പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച 1.5 വയസ്സുകാരന്റെ പിതാവ് സൂരജ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ കണ്ടു. കേസന്വേഷണത്തിൽ തൃപ്തിയുണ്ടെങ്കിലും അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് കുടുംബം ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു. അഞ്ജലി പൊതുവാളിന് പുറമെ ആരതി അന്തർജനം, ആശാ നിർമ്മൽ എന്നീ ഡോക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കണം. സർക്കാരിലും പോലീസിലും പൂർണ്ണ വിശ്വാസമാണുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിൽ അവസ്ഥ ഉണ്ടാകരുതെന്നും പിതാവ് സൂരജ് പറഞ്ഞു. ഇന്ന് രാവിലെ പയ്യന്നൂരിൽ നിന്ന് കുട്ടിയുടെ പിതാവും മറ്റ് ബന്ധുക്കളും എന്നെ വന്ന് കണ്ടിരുന്നു.
ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഈ കാര്യം ചർച്ച ചെയ്യും. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഈ സംഭവത്തെ പറ്റിയുള്ള ഒരു ശരിയായ അന്വേഷണം അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. പാനൂരിനടുത്ത പൂക്കോത്ത് ക്ഷേത്രകുളത്തിൽ +1 വിദ്യാർത്ഥി മുങ്ങിമരിച്ച സംഭവം പ്രദേശത്തെയും സ്കൂളിനെയും ദുഃഖത്തിലാഴ്ത്തി. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി സയൻസ് വിഭാഗം +1 വിദ്യാർത്ഥിയായ അദ്വൈതാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പൂക്കോ മൊയിലോം ക്ഷേത്രകുളത്തിൽ മുങ്ങിമരിച്ചത്. അനുജനോടൊപ്പം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു. ജ്യേഷ്ഠൻ മുങ്ങിപ്പോയത് അനുജൻ അറിഞ്ഞിരുന്നില്ല. തിരച്ചിൽ നടത്തിയ അദ്വൈതിനെ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്വൈതിന്റെ മാതാവ് ദിവ്യ പെരിങ്ങളം വെറ്റിനറി ആശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റന്റാണ്. പിതാവ് അനിൽ ചാലക്കുടി സ്വദേശിയാണ്. കാടാങ്കുടി UP സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥി കാശിനാഥ് സഹോദരനാണ്. അദ്വൈതിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ വാർത്ത അറിഞ്ഞതോടെ ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും ദുഃഖാന്തരീക്ഷം പടർന്നു. സഹപാഠികളും അധ്യാപകരും കണ്ണീരോടെയാണ് വിദ്യാർത്ഥിയെ അനുസ്മരിച്ചത്. കതിരൂർ 3ാം മൈലിലെ വെയർഹൌസിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കുറ്റ്യാടി കായക്കുടി ചാലിലക്കണ്ടി ഹൌസിൽ സുധീർ ബാബുവിനെയാണ് ശനിയാഴ്ച രാവിലെ 8:15 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെയർഹൌസിന് പുറത്ത് ചുമരരികിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്ന സുധീറിനെ സഹപ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കതിരൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. ബാലകൃഷ്ണൻ നമ്പ്യാരുടെയും കമലയുടെയും മകനാണ്. ഷമിയാണ് ഭാര്യ. സച്ചിൻ സുധീർ ഏക മകനാണ്. ജയപ്രകാശ് സഹോദരനാണ്. മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ പള്ളൂരിൽ മേൽപ്പാലം നിർമ്മാണം വൈകുന്നത് കാരണം യാത്രക്കാർ ദുരിതത്തിൽ. നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ ഗതാഗതം സർവീസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുന്നത്. 6 മാസം കൊണ്ട് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും 1 വർഷമാകാനായിട്ടും പ്രവൃത്തി തുടരുകയാണ്. സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മൗനത്തിലാണ്. ഭാരവാഹനങ്ങൾ ചരിവുള്ള സർവീസ് റോഡിലൂടെ കയറുന്നതിനിടെ ദിവസവും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസിൻ്റേത്. ഒരു കാർ ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം 150 രൂപയാണ് ഈടാക്കുന്നത്. ഇത്രയും യാത്രാ ദുരിതം നേരിടുമ്പോൾ ടോൾ പിരിവ് ഈടാക്കരുതെന്നാണ് യാത്രക്കാരുടെ ശക്തമായ ആവശ്യം. സർവീസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ 100 കണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത്. ടോൾ ഫീസ് നൽകി ദേശീയപാത ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിന് പകരം നീണ്ട കാത്തിരിപ്പും ദുരിതയാത്രയുമാണ് ലഭിക്കുന്നത്. മഴ കനത്തതോടെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. നെല്ലിയാട്ട് ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിലേക്ക് വാഹനങ്ങൾക്ക് കയറാനുള്ള സൗകര്യമുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആ പ്രവേശനം താൽക്കാലികമായി തുറന്നു നൽകിയാൽ സർവീസ് റോഡിലൂടെ ഗതാഗത ഭാരം ഗണ്യമായി കുറയ്ക്കാനാകും. മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഭാരവാഹനങ്ങളുടെ ഗതാഗതം സമയബന്ധിതമായി ക്രമീകരിക്കുകയോ ഫലപ്രദമായ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യാത്തതും പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട്. ടോൾ ഈടാക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സമയവും സുരക്ഷയും ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട ഏജൻസികളും അടിയന്തരമായി ഇടപെട്ട് ഗതാഗത ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി രാജ്യം വ്യാപകമായി നടത്തപ്പെടേണ്ട പദ്ധതിയാണെന്ന് അന്നത്തെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നെന്നും ഇത്തരം പ്രവൃത്തികളാണ് ഉമ്മൻചാണ്ടിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ ഇടയാക്കിയതെന്നും DCC ജനറൽ സെക്രട്ടറി ER വിനോദ്. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം LS പ്രഭു മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഭരണകാലത്ത് 1 രൂപയ്ക്ക് അരി എന്നത് ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു. KSRTCയിൽ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര സംഭവിക്കുമോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത് 1 കിലോഗ്രാം അരി 5 രൂപ 87 പൈസ സബ്സിഡി കൊടുത്ത് ആളുകൾക്ക് റേഷൻ കട വഴി വിതരണം ചെയ്യാൻ കഴിഞ്ഞ പാരമ്പര്യം ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1 കിലോഗ്രാം അരിക്ക് 5 രൂപ 85 പൈസ 87 പൈസ സബ്സിഡി കൊടുത്ത് 1 രൂപയ്ക്ക് കേരളത്തിലെ റേഷൻ ഷോപ്പുകളിലൂടെ ഇടതടവില്ലാതെ 25 കിലോഗ്രാം അരി ഈ നാട്ടിലെ സാധാരണക്കാരായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുത്തു. UDFന്റെ പ്രകടന പത്രികയിലെ സുപ്രധാനമായ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ പ്രകടന പത്രിക നിർമ്മിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനായ
പിന്നീട് KPCCയുടെ അധ്യക്ഷനായി മാറിയിരുന്ന ശ്രീ MM ഹസനായിരുന്നു. ഹസൻജി കണ്ണൂരിൽ ഒരു പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഹസൻജിയോട് ചോദിച്ചു, സർ എങ്ങനെയാണ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുക? കേരളം നെല്ലുൽപാദനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയുള്ളൊരു നാടൊന്നുമല്ല. അരിയുടെ കാര്യത്തിലും നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ സംതൃപ്തരല്ല. പക്ഷെ എന്നിട്ടും എങ്ങനെയാണ് നമ്മൾക്ക് 1 കിലോഗ്രാം അരി 1 രൂപയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയോ കേന്ദ്രം നൽകുന്ന അരി ഉപയോഗിച്ചോ കൊടുക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹത്തോട് സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉമ്മൻചാണ്ടിയുടെ നിർബന്ധമായിരുന്നു പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടാകണം എന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോ KSRTCയിൽ പ്രിയദർശിനി ബസ്സിൽ ഈ സാധാരണക്കാരായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തും. സാധാരണക്കാരായ സ്ത്രീകൾ എന്നല്ല, മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ കണക്ക് പ്രകാരം 30 കോടി രൂപ ഒരു മാസം വേണമെന്നാണ്. പക്ഷേ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അത് 50 കോടിയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. 600 കോടി രൂപ ബഡ്ജറ്ററി അലൊക്കേഷൻ വെച്ചിരിക്കുന്നു ഈ സംസ്ഥാനത്തിനകത്തെ ആദ്യത്തെ ബഡ്ജറ്റിനകത്ത് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കാൻ. അനസ് ചാലിൽ അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ കോടിയേരി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് CG അരുൺ, KP സാജു, VN ജയരാജൻ, MP അരവിന്ദാക്ഷൻ, CM സുരേശൻ, സുധീൻ, PP മമ്മൂട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിരവധി പേർ പങ്കെടുത്ത സ്നേഹ വിരുന്നും നടന്നു. ലഹരിക്കെതിരെ സമൂഹമാകെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ. ലഹരിക്കെതിരെ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക എന്ന സന്ദേശമുയർത്തി ടൈറ്റാൻ ഫിറ്റ്നസ് സെന്ററും എക്സൈസ് വകുപ്പും തലശ്ശേരി ജവഹർഹട്ടിൽ സംഘടിപ്പിച്ച ആന്റി ഡ്രഗ്സ് അവയർനെസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ അത്രമാത്രം ലഹരി പിടികൂടിയിരിക്കുകയാണ്. ലഹരി മാഫിയകൾ കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു സാമൂഹിക വിപത്തായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമൂഹിക വിപത്തിനെ തുടച്ചു നീക്കാൻ സമൂഹമാകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഔദ്യോഗികമായി മാത്രമല്ല, കേരളത്തിൽ ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. മറ്റ് സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികളും ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് പൂർണ്ണമായി പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാലാകാലങ്ങളായി ലഹരി മാഫിയ സമൂഹത്തിൽ ഇടപെടാറുണ്ട്. സമൂഹത്തിൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെയൊക്കെ കാർന്നെഴുതുന്ന ഒരു മാരക വിഷയമായിട്ടാണ് ലഹരി കാണുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആസിഫ് അലി മുഖ്യാതിഥിയായി പങ്കെടുത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മുടെ കേരളം പലതുകൊണ്ടും ദേശീയ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംസ്ഥാനമാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ, രാഷ്ട്രീയ പ്രബുദ്ധരുടെ കാര്യത്തിൽ കേരളത്തെ മറച്ചുവെക്കാൻ മറ്റു പല സംസ്ഥാനങ്ങൾക്കും പലപ്പോഴും സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാജ്യത്ത് ലഹരി ഉപയോഗിക്കുന്ന നഗരങ്ങളിൽ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് 3-ാം സ്ഥാനമാണ് ലോകമറിയപ്പെടുന്ന കൊച്ചി പട്ടണത്തിനുണ്ടായിരുന്നത്. അതിലും ഏറ്റവും വലിയ ഒരു ഞെട്ടിക്കുന്ന വിവരം, അതിൽ കുട്ടികളാണ് ലഹരിക്കടിമയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലഹരി സംബന്ധമായ കേസുകളിൽ 5 പേരെ പിടിച്ചാൽ ഒരു കുട്ടിയാണ്. കുട്ടികളെ ഏതെല്ലാം രീതിയിൽ നാം സ്വാതന്ത്ര്യം നേടി 1947-ൽ നമ്മളിതിൻ്റെ അപകടത്തെക്കുറിച്ച് വലിയ ബോധവാന്മാരായിരുന്നില്ല. രാജ്യം പരമപ്രധാനമായി ഉണ്ടാക്കിയ ഒരു നിയമം 1947-ൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റാണ്, അഴിമതി തടയൽ നിയമം. പക്ഷേ നമ്മൾ നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സബ്സ്റ്റൻസ് പ്രിവെൻഷൻ ആക്ട് പാസാക്കിയത് 1985-ലാണ്. ചടങ്ങിൽ ടൈറ്റാൻ ഫിറ്റ്നസ് സെന്റർ ഉടമ PV സുധീഷ് അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ G ആദർശ് ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ
അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം സുജിത്ത് സംസാരിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സുനിൽ സ്വാഗതം പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് സൂംബ ഫിറ്റ്നസ് പരിശീലനം, ജവഹർഘട്ട് പരിസരത്തെ ശുചീകരണ പ്രവർത്തനം, കുട്ടികൾക്കായി ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം എന്നിവ നടത്തി. ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിൽ ആകെ എത്തിക്കുന്നതിനൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലിയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും പരിപാടിയിലൂടെ പങ്കുവച്ചു. പരിപാടിയിൽ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കായിക പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ സജീവമായി പങ്കെടുത്തവരെല്ലാം സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഫിറ്റ്നസ് എന്ന സന്ദേശം ഏറ്റെടുത്ത് ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞ പുതുക്കി. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. പാനൂർ ടൗൺ ജംഗ്ഷന് സമീപം കൂത്തുപറമ്പ് റോഡിലുള്ള പഴയ വ്യാപാര കെട്ടിടം അപകടാവസ്ഥയിൽ. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും ഓട്ടോ തൊഴിലാളികളും. റിപ്പോർട്ട്. പാനൂർ ടൗൺ ജംഗ്ഷന് സമീപം കൂത്തുപറമ്പ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടമാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടത്തിൽ ഇപ്പോഴും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാലത്ത് പാനൂർ AEO ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഇതേ കെട്ടിടത്തിലായിരുന്നു. പിന്നീട് ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റിയെങ്കിലും പഴയ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ തുടരുകയാണ്. കെട്ടിടത്തിൻ്റെ ഓടിട്ട മേൽക്കൂര പല ഭാഗത്തും ചോർന്നൊലിക്കുകയാണ്. മഴവെള്ളം തടയാൻ ടർപോളിൻ ഷീറ്റ് വിരിച്ചാണ് നിലവിൽ മൂടിയിരിക്കുന്നത്. ചുമരുകളിലും മേൽക്കൂരയിലും കേടുപാടുകൾ പ്രകടമായതോടെ അപകട ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ്. കെട്ടിടത്തോട് ചേർന്നാണ് കൂത്തുപറമ്പ് റോഡിലെ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അതിനാൽ നിത്യേന നിരവധി ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ഇവിടെ എത്തുന്നുണ്ട്. ഏത് സമയവും കെട്ടിടം തകർന്നു വീഴുമോ എന്ന ആശങ്കയിലാണിവർ. നമ്മൾ ഏത് സമയത്തും ഇവിടെ അപകടാവസ്ഥയിലാണുള്ളത്. എന്തും സംഭവിക്കാം. മഴക്കാലമായതുകൊണ്ട് അടുത്ത ഒരു ഷോപ്പ് ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടാവസ്ഥയിലാണുള്ളത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏത് സമയത്താണ് നമ്മളെ തൊഴിലാളികളെ മേൽ വന്ന് വീഴുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിനുള്ളൊരു മേൽ നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന, നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ അഭ്യർത്ഥന. വൻ അപകടമുണ്ടാകുന്നതിന് മുൻപ് കെട്ടിടം പരിശോധിച്ച് സുരക്ഷിതമാക്കുകയോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്ന് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസ നായകനും മുൻ ദേശീയ ടീം ക്യാപ്റ്റനുമായ മേക്കുന്നിലെ VP സത്യന്റെ 20ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണത്തിൽ കായിക രംഗത്തെ അദ്ദേഹത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനകൾ അനുസ്മരിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരങ്ങളിലൊരാളായിരുന്ന VP സത്യൻ ദേശീയ ടീമിനെ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നയിച്ച നായകനാണ്. കേരള പോലീസിനും മോഹൻ ബഗാനും ഉൾപ്പെടെ പ്രമുഖ ക്ലബ്ബുകൾക്കായി ബൂട്ടണിഞ്ഞ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിന്റെ അച്ചടക്കത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായിരുന്നു. 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. ട്രസ്റ്റിന്റെ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ MK മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 2006 നമ്മുടെ അകാലത്തിൽ പിരിഞ്ഞുപോയ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതിരോധ നിരയിലെ കാവൽഭടൻ, കളിക്കാരനായും പരിശീലകനായും സെലക്ടറായും ഒക്കെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനേറെ സംഭാവന ചെയ്ത മേക്കുന്നിൻ്റെ പ്രിയപുത്രനായിരുന്നു ശ്രീ VP സത്യൻ. അദ്ദേഹം 2 ദശാബ്ദത്തിലേറെ കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിനും നൽകിയ സംഭാവനകൾ സ്മരണീയമാണ്. അദ്ദേഹത്തെ നമ്മുടെ കേരളവും ഒരു ഇന്ത്യയും ഒരു പക്ഷേ അദ്ദേഹത്തിന് കളിക്കുന്ന കാലത്തും തുടർന്നും അർഹമായ അംഗീകാരം നൽകിയോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമാണ്. എങ്കിൽ പോലും ജനഹൃദയങ്ങളിൽ, കായികപ്രേമികളുടെ മനസ്സുകളിൽ അദ്ദേഹം ഇന്നും ഒരു നല്ല ഒരു കളിക്കാരനായി ഇന്ത്യൻ ഫുട്ബോളിന് സംഭാവന ചെയ്ത വ്യക്തിത്വമായി നിലകൊള്ളുകയാണ്. അദ്ദേഹം തുടങ്ങിവെച്ച ഒരു കായിക സബരിയ മേക്കുന്ന് നിവാസികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു മനോഹരമായ ഒരു സ്മാരക മന്ദിരവും ഇവിടെ പ്രവർത്തിക്കുകയാണ്. നിരവധി പരിപാടികളാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിവസത്തോട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിരുന്ന, അതോടൊപ്പം പ്രതിരോധ നിരയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ U ഷറഫലിയാണ് അനുസ്മരണ പ്രഭാഷണം നടത്തിയത്. VP സത്യൻ ഉയർത്തിപ്പിടിച്ച കായിക മൂല്യങ്ങളും പോരാട്ട വീര്യവും
യുവതലമുറയ്ക്ക് എന്നും പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, ട്രഷറർ ആർ വി രാജീവ് കുമാർ, സെക്രട്ടറി അബ്ദുൽ നാസർ, ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി കെ ഹരിദാസ്, കുഞ്ഞിരാമൻ, കെ പി ഷിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ വി പി സത്യൻ ഇന്നും മലയാളികളുടെ അഭിമാനമായും യുവ കായിക താരങ്ങളുടെ പ്രചോദനമായും നിലകൊള്ളുകയാണ്. കൂത്തുപറമ്പ് പാനൂർ സംസ്ഥാന പാതയിൽ മൊകേരിയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. റോഡിലേക്ക് ഒഴുകുന്ന വെള്ളം കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണ്. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം CK ഫർണിച്ചറിന് മുൻവശത്താണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതോടെ ശുദ്ധജലം വലിയ തോതിൽ റോഡിലേക്ക് ഒഴുകി പാഴാകുകയാണ്. സ്കൂളിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും റോഡിലൂടെ ഒഴുകുന്ന വെള്ളം അപകട സാധ്യത സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി വെള്ളം പാഴാകുന്നതിനാൽ കുടിവെള്ള നഷ്ടവും വർദ്ധിക്കുകയാണ്. പൈപ്പ് ലൈൻ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ശുദ്ധജലം പാഴാകുന്നത് തടയുകയും അപകട സാധ്യത ഒഴിവാക്കുകയും വേണമെന്ന് പ്രദേശവാസികൾ ജല അതോറിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടു. പ്രമുഖ പ്രഭാഷകനും പരിശീലകനും ഫാമിലി കൗൺസിലറും പോസിറ്റീവ് പോസിബിലിറ്റീസ് ഡയറക്ടറുമായ സിറാജുദ്ദീൻ പറമ്പത്ത് രചിച്ച പാറാൽ ഓർമ്മകൾ പുസ്തക പ്രകാശനോത്സവം ചൊവ്വാഴ്ച നടക്കും. വൈകുന്നേരം 4:30 പാറാൽ അരോമ കൺവെൻഷൻ സെന്ററിലാണ് പ്രകാശനോത്സവം നടക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തന്റെ ജന്മനാടായ പാറാലിന്റെ അരനൂറ്റാണ്ടുകാലത്തെ ഓർമ്മകൾ ഗ്രാമീണ നാട്ടുഭാഷയുടെ സരളതയും ഹൃദ്യതയും ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് പാറാൽ ഓർമ്മകൾ. പുസ്തകത്തിന് അവതാരിക എഴുതിയത് പാറാലിലെ ആദ്യ എഴുത്തുകാരനായ താജ് കുഞ്ഞിപ്പാറാലാണ്. തിരുനാമത്തിൽ മുതൽ സ്മൃതിയാത്ര വരെ 32 അധ്യായങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന പാറാൽ ഓർമ്മകൾ പുസ്തകത്തിന്റെ അവസാന 14 പേജുകളിൽ പാറാലിലെ മൺമറഞ്ഞുപോയ 168 പേരുടെ ഓർമ്മചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് 9 പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അത് കൗമാരപ്രായക്കാർക്കുള്ള പുസ്തകം, അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതമായിട്ടുള്ള പുസ്തകം, കുടുംബ ജീവിതമായിട്ടുള്ളത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ 9 പുസ്തകങ്ങളാണ് ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ളത്. ഇതെൻ്റെ 10ാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പാറാലിലും പരിസരത്തും നടന്ന ചെറുതും വലുതുമായ രസകരമായതും അതോടൊപ്പം തന്നെ ആശയങ്ങളുള്ളതുമായിട്ടുള്ള ഒരു സന്ദേശം പുതുതലമുറക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള അനുഭവങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പുസ്തകത്തിന് എനിക്ക് സാധിച്ച മറ്റൊരു കാര്യം, നമ്മുടെ ഓർമ്മയിൽ മൺമറഞ്ഞു പോയ 168 ആളുകളുടെ ഫോട്ടോകൾ സംഘടിപ്പിച്ച് ഇതിൻ്റെ അവസാന 14 പേജുകളിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പുസ്തക പ്രകാശനം നടത്തുന്നത് നമ്മുടെ പാറാലിൽ തന്നെയുള്ള വ്യത്യസ്ത മേഖലകളിലുള്ള മുതിർന്ന 10ലധികം പാറാൽ നിവാസികൾ ഒരുമിച്ച് പാറാൽ അരോമ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് പ്രകാശനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാറാലിലെ 10ലധികം മുതിർന്ന വ്യക്തിത്വങ്ങൾ ചേർന്ന് നിർവഹിക്കുന്ന പ്രകാശനോത്സവത്തിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ പാറാൽ നിവാസികളെ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സിറാജുദ്ദീൻ പറമ്പത്ത്, റമീസ് പാറാൽ, VT മുഹമ്മദ് ഇർഷാദ്, E അബ്ദുൽ വഹാബ്, സാജിദ് അരോമ എന്നിവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ ചൊക്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. അനുസ്മരണ യോഗം UDF തലശ്ശേരി നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് CG അരുൺ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ 3ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്, ചരമദിനമാണിന്ന്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കോളേജ് തലത്തിൽ യൂണിറ്റ് പ്രസിഡൻ്റായി തുടങ്ങി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായും 1970 MLA ആയി ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും 2023 വരെ മരിക്കുന്നത് വരെ പുതുപ്പള്ളിയുടെ MLA ആയി
തുടരുവാൻ സാധിച്ച ഒരു മഹാവ്യക്തിത്വം. 4 തവണ മന്ത്രിയായും 2 തവണ 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ സാധിച്ച മുഖ്യമന്ത്രി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു. ഷാജി എം ചൊക്ലി ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ പവിത്രൻ സംസാരിച്ചു. എസ് ശ്രീജിത്ത് സ്വാഗതവും എൻ ജയപ്രസാദ് നന്ദിയും പറഞ്ഞു. പുഷ്പാർച്ചനയ്ക്ക് എം ഉദയൻ, അഡ്വക്കേറ്റ് സി ജി അരുൺ, ഷാജി എം ചൊക്ലി, കെ എൻ പവിത്രൻ, ടി പി തിലകൻ, പി സതി, ടി കെ ഉല്ലാസ്, എൻ ആർ ചിന്മയ് എന്നിവർ നേതൃത്വം നൽകി. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് അംഗീകാരം നൽകി നോർത്ത് മേനപ്പുറം പൊതുജന വായനശാല. അനുമോദന ചടങ്ങ് കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ചുക്ലി നോർത്ത് മേനപ്പുറം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ PN ഭാസ്കരൻ മാസ്റ്റർ എൻഡോവ്മെന്റ് വിതരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. SSLC, +2 ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കാരായി രാജൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേഖലകളിൽ പഠന മികവ് തെളിയിക്കുക എന്ന് പറയുന്നത് പഠിച്ച് വിജയികളാകുക ഒരു കഠിനാധ്വാനത്തിൻ്റെ കൂടി ഫലമാണ്. രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം ഇത്തരമൊരു കഠിന പ്രവർത്തനത്തിൻ്റെ പിന്നിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അണിചേർന്നിട്ടുണ്ട്. ഒരു കഠിനമായ പ്രവർത്തനത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ തന്നെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചു മികച്ച വിജയം കൈവരിക്കുന്നത്. ഈ
ഇങ്ങനെ വിജയിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് അങ്ങോട്ടും പഠനരംഗത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കാൻ കഴിയണമെന്ന ഒരു പ്രചോദനമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഉദയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി പ്രേമി സ്വാഗതം പറഞ്ഞു. വായനശാല രക്ഷാധികാരി ഭാർഗവൻ, പ്രസിഡന്റ് കനകരാജ്, ഫാസിൽ മൂസ, ടി.പി. ഉമ്മർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എൻഡോവ്മെന്റുകളും മൊമന്റോകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്ത് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാഭ്യാസ മികവിന് സമൂഹത്തിന്റെ അംഗീകാരം നൽകുന്ന ചടങ്ങായി പരിപാടി മാറി. ചൊക്ലി UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അക്ഷര വെളിച്ചം സാംസ്കാരിക സദസ്സും വായനാ ക്വിസും നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ KV ശശിധരൻ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് വിമാനം ഓടിക്കുവാനുള്ള സൗകര്യം ലഭിച്ചില്ല. അത്തരത്തിലുള്ള ഒരു മേഖലയിലല്ല അദ്ദേഹം പോയത്. പക്ഷെ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ആയപ്പോൾ 3 സേനകളുടെയും നായകനായി മാറിയപ്പോൾ അദ്ദേഹം അവിടെയുള്ള മാർഷലിനോട് പറഞ്ഞത് എനിക്ക് സ്വന്തമായി വിമാനം ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടാകണമെന്ന്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ നമ്പർ 1 പേഴ്സൺ എന്ന രൂപത്തിൽ APJ ഈ ആഗ്രഹം മുമ്പോട്ട് വെച്ചപ്പോൾ 3 മാസക്കാലം കൊണ്ട് 4 മാസക്കാലം കൊണ്ട് കൊച്ചു വിമാനം ഓട്ടുന്ന കാര്യം അദ്ദേഹത്തെ പഠിപ്പിച്ച് അദ്ദേഹത്തെ അത് നിവർത്തിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ ചുമതലപ്പെട്ട ആളുകൾ. ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ആഗ്രഹത്തെ മുറുകെ പിടിക്കണം എന്നാണ് കുട്ടികളോട് പറയാൻ. കെ തിലകൻ അധ്യക്ഷത വഹിച്ചു. CK ജനീബ, OK ജിഷ, സിജിൻ, KPK ഷമീജ എന്നിവർ സംസാരിച്ചു. ഋഷികേശ് R സ്വാഗതം പറഞ്ഞു. ക്വിസ് മത്സരത്തിന് TC പ്രദീപൻ നേതൃത്വം നൽകി. കോടിയേരി NSS കരയോഗ മന്ദിരത്തിൽ കരയോഗം കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അഖണ്ഡ രാമായണ പാരായണം സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ വിവിധ കുടുംബങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തത് ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. രാമായണത്തിന്റെ പുണ്യ സന്ദേശങ്ങൾ ഭക്തർക്കിടയിൽ പകർന്നു നൽകുന്ന രീതിയിൽ ബേബി നമ്പ്യാറും രാധ ഐച്ചോത്തും അഖണ്ഡ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന പാരായണം വിശ്വാസികൾക്ക് ആത്മീയാനുഭൂതി പകർന്നു. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ച സൗമിത്രിയോടും വന്നം നടന്നതും യൂതവന്മാർ മറുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകൊണ്ട് ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരിയും ലക്ഷ്മി സമാനയായി നിൽക്കുന്ന തന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി വന്നസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതെന്തെന്നറിഞ്ഞില്ലയോ ഭക്തനായ എത്രയും ഉത്തമനായി തവ വൃത്യനായ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി ചാവല്യമേറും ജാതികൾക്കോർക്കണം. മർക്കട വീരൻ ബഹുകാലമുണ്ടല്ല ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി ചടങ്ങിന് കോടിയേരി NSS കരയോഗം പ്രസിഡന്റ് T ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP അജിത് കുമാർ, വനിതാ സമാജ സെക്രട്ടറി മഞ്ജുഷ, ജോയിന്റ് സെക്രട്ടറി ശർമിള, കരയോഗത്തിന്റെ മറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭക്തിയും ഐക്യവും ആത്മീയ ചൈതന്യവും നിറഞ്ഞ ചടങ്ങായി അഖണ്ഡ രാമായണ പാരായണം മാറിയതായി സംഘാടകർ അറിയിച്ചു. പിണറായി വെസ്റ്റ് C മാധവൻ സ്മാരക വായനശാല വയോജനവേദിയുടെ ആഴ്ചയിലൊരു നാട്ടുവർത്താനത്തിൽ പ്രശസ്ത ഗായിക S ജാനകിയുടെ അനുസ്മരണവും സംഗീത സദസ്സും സംഘടിപ്പിച്ചു. ഗാനാർച്ചനയും നടത്തി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് പൂമുറ്റം ഉദ്ഘാടനം ചെയ്തു. N. പങ്കജ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി V. പ്രദീപൻ, വായനശാല ഭാരവാഹികളായ KK സനൽകുമാർ, KP രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനസന്ധ്യയിൽ സരിത രാജേഷ്, സൗമിനി പടിക്കൽ, K. പ്രകാശൻ, N. സതി, വസന്ത, ഭാർഗവി, മാണിയത്ത് രാഘവൻ, നളിനി എന്നിവർ S. ജാനകി പാടിയ ഗാനങ്ങൾ ആലപിച്ചു.
സംഗീതമായി നിന്റെ മോഹങ്ങളെന്നിൽ നിറയ്ക്കൂ. ആദ്യ സമാഗമ ലജ്ജയിലാതിര ആരുടെ കനകമനോരസമേറി ആരുടെ രാഗപരാണം തേടി മനവീതിയിൽ നിൽപ്പൂ നിഷ്പ്രഭനാനിന്ദാതൻ. ആലുകെട്ടി ഞാൻ കാലക്കടലിന്റെ അക്കരെ അക്കരെ മരണത്തിൻ മൂകാം താഴ്വരയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ചമ്പാട് മദ്രസയിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥി തെരുവുനായയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. ഭയപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച 1.5 വയസ്സുകാരന്റെ പിതാവ് സൂരജ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ കണ്ടു. അഞ്ജലി പൊതുവാളിന് പുറമെ ആരതി അന്തർജനം, ആശാ നിർമ്മൽ എന്നീ ഡോക്ടർമാരെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് കുടുംബം. പാനൂരിനടുത്ത പൂക്കോത്ത് ക്ഷേത്രക്കുളത്തിൽ +1 വിദ്യാർത്ഥി മുങ്ങിമരിച്ച സംഭവം പ്രദേശത്തെയും സ്കൂളിനെയും ദുഃഖത്തിലാഴ്ത്തി. മരിച്ചത് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി സയൻസ് വിഭാഗം +1 വിദ്യാർത്ഥി അദ്വൈത്. മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ പള്ളൂരിൽ മേൽപ്പാലം നിർമ്മാണം വൈകുന്നത് കാരണം യാത്രക്കാർ ദുരിതത്തിൽ. 6 മാസം കൊണ്ട് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും 1 വർഷമാകാനായിട്ടും പ്രവൃത്തി പൂർത്തിയായില്ല. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.